അപ്പോൾ ഫ്രണ്ട്സ് ഇന്നൊരു പാട്ട് ഈറ്റയുടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ബ്രദർ ഷോപ്പിൽ പോയി വന്നപ്പോൾ മോക്കൊരു ചോക്കോ ബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുള്ള പീടിയിൽ നിന്ന് 10 രൂപേൻ്റെ ചോക്കോ ബാർ മോളെ കൊണ്ട് കൊണ്ടുവരിപ്പിച്ചിട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചോക്കോ ബാറിൻ്റെ ഈ വിള്ളൽ ബാധിച്ച ഭാഗം ഫസ്റ്റ് കഴിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കഴിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ ഈ ഐസ്ക്രീം ഭാഗം ഉണ്ടല്ലോ, അത് കഴിക്കാം കേട്ടോ. അങ്ങനെ കഴിക്കാനാണ് എനിക്കും മോക്കും ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇനി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ചോക്ലേറ്റിൻ്റെ ഭാഗം, സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ആ വൈറ്റ് ഭാഗം കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ടെൻഡർ കോക്കനട്ട് സിപ്പപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഉണ്ടോ ടെൻഡർ കോക്കനട്ട് സിപ്പപ്പ് കുടിക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചോറ് ഞാൻ 1.5 കോരി ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൂട്ടാൻ എന്തൊക്കെയെന്ന് കാണണ്ടേ. കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ അടിപൊളി മീൻ കറിയെന്ന് കേൾക്കും. ഈ മീനിൽ കരിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് തൂമ്പിച്ച് ഈ മീൻ കറി കൊണ്ട് കൂട്ടാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. ഈ ചോറ് മൊത്തം തിന്നാനേ ഈ ഒരു മീൻ കറി മതി. അത് കഴിഞ്ഞ ശേഷം തൈര് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഞാൻ അതിൽ ആഡാക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം പയറുപ്പേരി. പച്ചക്കറി ഞാൻ പൊതുവേ കുറവാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ പച്ചക്കറി എന്തുണ്ടെന്നുണ്ടെങ്കിൽ, എങ്ങനെ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം കഴിക്കും. അങ്ങനെ പിന്നെ നല്ല ചൂട് പപ്പടവും 2 എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ 3 എടുക്കും. അപ്പോൾ ഇതാണ് അവസാനം ഫൈനൽ സ്റ്റേജ് കേട്ടോ, ചോറും കൂട്ടാനും. അങ്ങനെ അവസാനമായിട്ട് പിന്നെ ഞാൻ ഈ കൊണ്ടാട്ടമുളക് ലാസ്റ്റ് ചോറിൻ്റെ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടെടുത്ത്, പിന്നെ നെയ്വട ഉണ്ടായിരുന്നു. നെയ്വട ഞാൻ ഈ ചോറ് തിന്നതിന് ശേഷം മധുരം എനിക്ക് തിന്നണമെന്ന് മസ്റ്റ് ഉണ്ട്. എന്തൊക്കെ ഒരു മധുരം അയച്ചിട്ട് എന്തെങ്കിലും മിഠായി കൊണ്ടിരിച്ചും, അല്ലാന്നുണ്ടെങ്കിൽ നെയ്വട മസ്റ്റാട്ടോ. നെയ്വട കഴിച്ചു. ഈ നെയ്വട ഇങ്ങനെ എന്താ പറയല്, കഷ്ണം മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ ഈ തേങ്ങയാണോ തേന എന്താണെന്ന് അറിയില്ല, ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. നെയ്വട അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പോയിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഹൽവ, ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഹൽവ അങ്ങനെ കഴിക്കും. ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട